നമസ്കാരം. ബി.ജെ.പി നേതാവ് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ ആഭരണ വീട്ടികയായ ഒബയോസിയിലെ തട്ടിപ്പുകൾ കൈയോടെ പിടിച്ചതോടെ ജീവനക്കാർ മുങ്ങി നടക്കുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ ജീവനക്കാർ നടത്തിയ പണാപഹരണം വ്യക്തമായി. പേരൂർക്കടയിലെ സ്ഥാപനത്തിലെ ജീവനക്കാർ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ നടത്തിയത് 66 ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാടുകളെന്ന തെളിവുകൾ ലഭിച്ചു. ഇതിൽ കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങിയ തുക എത്രയാണെന്ന് വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം മൊഴി നൽകാമെന്ന് അറിയിച്ച 3 ജീവനക്കാരും പോലീസ് സ്റ്റേഷനിലെത്താതെ മുങ്ങി നടക്കുകയാണ്. ഒബയോസിയിലെ QR കോഡ് മാറ്റിവെച്ച് 69 ലക്ഷം രൂപ തട്ടിയെന്ന ദിയയുടെ പരാതിയെ തുടർന്നാണ് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചത്. 2024 ജനുവരി മുതൽ 66 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് വിനീത, ദിവ്യ, രാധാമണി എന്നിവർ വലിയതുറ SBI ബാങ്കിൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഒബയോസിയിലെ കസ്റ്റമേഴ്സിൽ നിന്ന് കൈപ്പറ്റിയ പണം എത്രയാണെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ ബിൽ ബുക്കിൽ തുക രേഖപ്പെടുത്താറുണ്ട്. ബിൽ ബുക്കും അക്കൗണ്ട് ഇടപാടുകളും പരിശോധിച്ചാൽ സ്ഥാപനത്തിന്റെ പേരിൽ ലഭിച്ച തുക എത്രയാണെന്ന് വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ടും ജീവനക്കാർ പണം കൈപ്പറ്റിയതായി കസ്റ്റമേഴ്സിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നേരിട്ട് എത്ര തുക വാങ്ങി എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുകയാണ്. കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ മൊഴി നൽകാൻ ജീവനക്കാരോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മ്യൂസിയം പോലീസിൽ ജീവനക്കാർ എത്തിയില്ല. വിനീതയെയും ദിവ്യയും രാധാകുമാരിയെയും ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അവർ പ്രതികരിച്ചില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. തുടക്കത്തിൽ കാട്ടിയ ആവേശം തെളിവുകൾ പുറത്തു വന്നതോടെ മാറിയിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് പോയാൽ ഇവർ അറസ്റ്റിലാകുന്ന അവസ്ഥയുണ്ടാകുകയും ചെയ്യും. അതേസമയം മകൾ ദിയ കൃഷ്ണയുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്ത ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളോട് ക്ഷമിക്കില്ലെന്ന് കൃഷ്ണകുമാർ വ്യക്തമാക്കി. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകും. പെൺകുട്ടികളാണല്ലോ എന്ന് കരുതി ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് വലിച്ചിഴക്കേണ്ട എന്ന് കരുതിയെങ്കിലും പെൺകുട്ടികൾ തന്നെയാണ് ഇത് ഇത്രയും വഷളാകാൻ കാരണം. മകൾ പെൺകുട്ടികളെ തെറി വിളിക്കുന്ന വീഡിയോ ഉണ്ട്. എന്നാൽ പണം നഷ്ടപ്പെട്ട ആരായാലും ചെയ്യുന്നതേ മകളും ചെയ്തിട്ടുള്ളൂ. താൻ ഏത് പാർട്ടിക്കാരനായാലും ഇത്തരം ഒരു പ്രശ്നം വന്നപ്പോൾ നേരെ മുഖ്യമന്ത്രിയെയാണ് കണ്ടതെന്നും ഈ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാതെ തങ്ങൾക്കൊപ്പം നിന്ന കേരള സമൂഹത്തോട് നന്ദിയുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പണം പോയാൽ ഒരാൾ ചീത്ത വിളിക്കും, ഞാനായാലും വിളിക്കും. ഇവൾ ആ ഫോൺ കോളിൽ രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട ഒരാളുടെ വേദന മനസ്സിലാക്കണമെങ്കിൽ പണം പോയവരോട് തന്നെ ചോദിക്കണം. നമ്മളൊരു ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങിയതാണ്. എൻ്റെ ചരിത്രം മുഴുവൻ നിങ്ങൾക്കറിയാം. കോടിക്കണക്കിന് സ്വത്തുള്ള ആളൊന്നുമല്ല ഞാൻ എവിടെ നിന്ന് വന്നു, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്കറിയാം. അവൾ അവരെ ചീത്ത വിളിച്ചു. പക്ഷേ ആ വീഡിയോയിൽ മുഴുവൻ പറയുന്നുണ്ട് ഓരോരുത്തരും എടുത്ത പൈസ എത്ര, എങ്ങനെ അഭിനയിക്കണം എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ആത്മഹത്യ ചെയ്യുമെന്ന് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആ വീഡിയോ ആണ് ഞങ്ങൾക്ക് അനുകൂലമായി വന്ന ആദ്യത്തെ തെളിവ്. എത്ര മോശമായ വ്യക്തികളാണ് ആ പെൺകുട്ടികൾ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് ചെന്നപ്പോൾ അവർ ആരും അവിടെയില്ല. അതിനർത്ഥം അവർ പറഞ്ഞത് കള്ളമാണെന്നും ഇവർക്കാരെയും നേരിടാൻ പറ്റില്ല എന്നുമാണ്. ഇവരുടെ വീട് തിരുവനന്തപുരത്ത് തന്നെയാണ്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ഇവരെ കിട്ടും. ഇന്നലെ നിയമത്തെ പറ്റിയെല്ലാം അറിയാവുന്ന ജസ്റ്റിസ് കമാൽ പാഷ സാറും ജോർജ് ജോസഫ് സാറും ഒക്കെ വീഡിയോ ചെയ്തിരിക്കുകയാണ് ഇതിനെപ്പറ്റി. കമാൽ പാഷ സാറൊക്കെ ഇതിനെപ്പറ്റി നിയമവശം അറിയാതെ വീഡിയോ ചെയ്യുമോ? ഞങ്ങളാരും പറഞ്ഞിട്ടല്ല ഇവർ പറയുന്നത്. കേരള സമൂഹം മുഴുവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ തെളിവെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം കോടതിയിൽ കാണിക്കും. പിന്നെ ഞങ്ങൾ ടാക്സ് വെട്ടിക്കാനാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാതെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ടാക്സ് അടച്ച റെസിപ്റ്റ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനും എൻ്റെ മകളും എൻ്റെ കുടുംബവും കുറച്ചു നേരമെങ്കിലും സമൂഹത്തിന് മുന്നിൽ കള്ളന്മാരായിപ്പോയി. പക്ഷേ ഞങ്ങളാരും ഒരിടത്തും മോശമായി പെരുമാറിയിട്ടില്ല. ഞങ്ങൾക്കെതിരെ ഒരു കേസുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഈ വിഷയം വന്നപ്പോൾ ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. ഞാൻ BJP പാർട്ടിയിലാണെന്ന് കരുതി എൻ്റെ പാർട്ടിയിലെ ഒരു ഉന്നതരെയും ഞാൻ ഇതിലേക്ക് വലിച്ചിഴിച്ചില്ല. ഞാൻ ഇതൊന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പാർട്ടിയുടെ പേരിൽ എൻ്റെ കുടുംബത്തെ ക്രൂശിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല താമസം ഉണ്ടാകും. ഈ പണം ഒന്നും തിരിച്ചു കിട്ടുക എളുപ്പമല്ല. പൈസ പോകുന്നെങ്കിൽ പോകട്ടെ. ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെങ്കിലും ഞങ്ങൾ അത് ചെയ്യും. ഇവർ ഈ സമൂഹത്തിന് തന്നെ അപകടമാണ്. ഞങ്ങൾ കണ്ട അവരുടെ മുഖം വേറെയാണ്, ഇപ്പോൾ മീഡിയയിൽ കാണിക്കുന്ന മുഖമല്ല. കേരളത്തിൽ സർവ്വസ്ഥാപനങ്ങളിലായാലും തട്ടിപ്പ് നടക്കാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ നിരവധിയാണ്. ബിസിനസ് തുടങ്ങുന്നവർ വളരെ സൂക്ഷിക്കണം. ഞങ്ങളുടെ കൺമുന്നിലാണ് കോടികൾ പോയതെന്ന് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു. തൻ്റെ മകൾ പറഞ്ഞത് ഒട്ടും കൂടിപ്പോയിട്ടില്ല എന്ന്. കേരളത്തിൽ എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടാകണമെന്നും കൃഷ്ണകുമാർ അഭ്യർത്ഥിച്ചു.